are wrong. And even you cannot stand even up to the standard that you yourself have set for yourself. നിങ്ങൾക്ക് വേണ്ടി തന്നെ വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡേർഡോളം പോലും ഉയരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടോ? അയ്യോ, മനസ്സിലായോ? സ്തോത്രം. ഫെബ്രുവരി 3-ാം തീയതി വീട്ടിൽ ജനിച്ചത് പറഞ്ഞല്ലോ. സംഭവങ്ങളൊക്കെ പറയാൻ നേരം പോകുമ്പോൾ ഞാൻ ചുരുക്കി പറയട്ടെ. തലേന്ന് രാത്രിയൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ വേദനയുടെ സമയം ഞാൻ മറക്കത്തില്ല. അതിന്റെ തലേന്ന് ഞാൻ ചെയ്തതും പറഞ്ഞതുമായ പല കാര്യങ്ങളും എൻ്റെ ഹൃദയത്തെ ശരിക്കും മതിച്ചു. അന്ന് രാത്രി എനിക്ക് ഉറക്കം വരാതെ എനിക്ക് എന്നിൽ നിന്ന് ഒളിച്ചോടണമെന്ന് തോന്നി. കെട്ടി ഞാനത് പറഞ്ഞു, ഇവല്ല ഞാനത് ചെയ്യില്ല. അത് ചെയ്യില്ലെന്ന് വരുത്താൻ ഞാനങ്ങ് ശ്രമിക്കുക. അത് ചെയ്തു വന്നു അത് പറഞ്ഞെന്നും എനിക്കൊന്ന് അംഗീകരിക്കാൻ വേണം. എനിക്ക് എന്നെ കുറിച്ച് തന്നെ വലിയ ദുഃഖമായി. എനിക്ക് എന്നെ കുറിച്ച് അവജ്ഞയായി. കേൾക്കുന്നുണ്ടോ? ഇതാണ് പൗലോസ് പറഞ്ഞത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇതാണ് പാപബോധം. സ്തോത്രം. എല്ലാവരും കൂടെ ഉണ്ടേ. ഇതാണ് രക്ഷയിലേക്കുള്ള 1-ാം പടി. ഇതുണ്ടാകണം. നിങ്ങൾ വലിയ പുസ്തകമൊക്കെ ആവർത്തിച്ച് വായിച്ചു നോക്കാൻ എഴുതിയിട്ടുണ്ട്. കുറ്റം അവന് ബോധ്യം വന്നാൽ ഒരുവന് യാഗം കഴിക്കണമെങ്കിൽ അവൻ ചെയ്ത തെറ്റ് അവന് ബോധ്യപ്പെട്ടാൽ മാത്രം അവൻ യാഗം കഴിച്ചാൽ മതി. അല്ലെങ്കിൽ യാഗം കഴിക്കണ്ട. നിങ്ങൾ പാപിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി അത് അംഗീകരിച്ച് ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യേശുവിനെ കൊണ്ട് ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ രോഗസൗഖ്യം തരുന്ന യേശുവിനെ നിങ്ങൾക്ക് മതി. അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹം തരുന്ന യേശുവിനെ നിങ്ങൾക്ക് മതി. നിങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആവശ്യമാകണമെങ്കിൽ സ്തോത്രം, നിങ്ങൾ നഷ്ടപ്പെട്ട പാപിയാണെന്നുള്ള തിരിച്ചറിവിലാണ്. ഈ അടിസ്ഥാന കാര്യം പോലും ബോധ്യപ്പെടാത്തവരാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കരുതെന്ന് പറയുന്നത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഇവിടെ ആരൊക്കെയോ പറയുന്നു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കണം. പരസ്യമായിട്ട് പേര് പറയുന്നില്ല. പരസ്യമായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പരാജയമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കണ്ട, അത്ഭുതം ചെയ്തതിനെ പ്രസംഗിച്ചാൽ മതി. കഷ്ടം. നമ്മൾ എവിടെ ചെന്നു? ആട്ടെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കണം ഒരു കൂട്ടർ പറയുമ്പോൾ നമ്മുടെ വേദികളിൽ എന്താ നടക്കുന്നത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ല പ്രസംഗിക്കുന്നത്. വിടുതൽ വരുന്ന, സൗഖ്യമാക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു യേശുവിനെ എനിക്കറിയാം. വിടുവിക്കുന്ന യേശുവിനെ, അനുഗ്രഹിക്കുന്ന യേശുവിനെ, സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ച് നല്ല വാചാലമായി ഞാൻ ഇവിടെ കൊണ്ട് പ്രസംഗിച്ചാൽ നിങ്ങളിവിടെ ഭയങ്കര ആർപ്പായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ പോലീസിനെ വിളിക്കേണ്ടി വരും. അതുപോലെ നിങ്ങൾ ആർപ്പെടും. നിങ്ങൾ പറയും എന്നൊരു ഉണർവായിരുന്നു. പക്ഷെ ഈ യോഗം കഴിയുമ്പോൾ ആ ഉത്സാഹവും അതുകൊണ്ടുള്ള ഭാരവും അതിന്റെ സന്തോഷം തീരും. നിങ്ങളെന്റെ കൂടി ഉണ്ടോ? പാപബോധം നഷ്ടപ്പെട്ട എനിക്കൊരു രൂപാന്തരത്തിന് ആവശ്യമുണ്ട്. അതാണ് എനിക്കൊരു രൂപാന്തരത്തിന് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവും അതിനായുള്ള ആഗ്രഹവും സമർപ്പണവും നമ്മുടെ ഭാഗത്തുണ്ടാകുന്നതിന് പറയുന്ന വാക്കാണ് മാനസാന്തരം. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്കുള്ള തിരിച്ചിലല്ല. അയ്യോ, ഒരു കൂടെ എല്ലാവരും എന്താണ് മാനസാന്തരം?
കള്ളിപ്പിടിച്ച് ഉമ്മാടിയായി നാട്ടിൽ വഴക്കുണ്ടാക്കി എന്നും 4 കൊടുത്ത് 10 മേടിച്ച്, മനസ്സിലായോ? ഇങ്ങനെ അലമ്പി നടന്നു ഒരുത്ത്. അവരിതപ്പോ അവരങ്ങ് മാനസാവരും. അവര് കളുകൂടി നിർത്തി, ഭഗവത് നിർത്തി, അവരെ ഉറുമാർക്ക് നിർത്തി, അടിപിടി നിർത്തി, രാഷ്ട്രീയ പാർട്ടിയിൽ പിന്മാറി, കൂലിത്തല്ല് നിർത്തി. മനസ്സിലായോ? ഈ പരിപാടി എല്ലാം നിർത്തി ഇപ്പൊ കൂട്ടാക്കൊക്കെ പോകുന്നത്. ആളെ ക്ലീനായി. നാട്ടുകാർ പറയും അവരെന്തോ ചെയ്തു? മാനസാന്തരപ്പെട്ടു. അയ്യോ, അതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ കേട്ടേ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്കുള്ള തിരിച്ചിൽ ഒതുങ്ങുന്നതല്ല വേദപുസ്തകം പറയുന്ന മാനസാന്തരം. വേദപുസ്തകം പറയുന്ന മാനസാന്തരം സ്വയത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുന്നതാണ്. വാക്യം വായിച്ചേ, പ്രവൃത്തിയുടെ പുസ്തകം 20-21 വാക്യം. പ്രവൃത്തി 20-21. നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നാണ് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. സിസ്റ്റർ, ദൈവത്തിങ്കിലേക്കുള്ള 26-20 പ്രവൃത്തി 26-20. യഹൂദ്യദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം. കേട്ടോ? മാനസാന്തരപ്പെട്ട് എങ്ങോട്ട് തിരിയണം? ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതുകൊണ്ടാണ് 17-30 വായിക്കാൻ. പ്രവൃത്തി 17-30. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കണ്ടോ? എല്ലായിടത്തും എല്ലാവർക്കും മാനസാന്തരം വേണം. കേട്ടേ, മഹാത്മാഗാന്ധിക്കും വേദപുസ്തകം പറയുന്ന അതിന് നിങ്ങൾക്ക് പറയാൻ പേടി വലിക്കുന്നു. മാനസാന്തരം വേണം. ഒരു സന്യാസി ഹിമാലയ സാനുക്കളിൽ ഗുഹയിൽ താമസിച്ചിരിക്കുകയാണ്. ലോക സമസ്ത സുഖരോ ഭവന്തു എന്ന പ്രാർത്ഥനയോടെ സർവാംഗ പരിത്യാഗിയായി മനസ്സായ വാചാ കർമ്മണ യാതൊരു ദോഷവും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന മക്കളെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്യാസി യാതൊരു ദോഷവും ചെയ്തവനല്ല. അയാൾക്കും ബാക്കി നിങ്ങൾ പറ, വേദവസ്തം പറയാൻ മാനസാന്തരം വേണം. ദുർമാർഗമൊന്നുമില്ല, വിട്ടുകളയാൻ ദുർമാർഗമൊന്നുമില്ല. സന്മാർഗത്തിലായണം. പക്ഷേ ആ സന്മാർഗം കൊണ്ട് നിധിയിൽ കാണുകയല്ല. സ്തോത്രം. സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇനി ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാ, എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം. അതെ, എനിക്ക് വേണ്ടി ദൈവം എന്ന് പറയുമ്പോൾ വലിയവനാരാ? എനിക്ക് വേണ്ടി ദൈവം വലിയവനാരാ? എന്താ പറയുന്നു? അത് നിങ്ങൾ കുറച്ചൊന്ന് പറഞ്ഞേ. ഞാനാ അല്ലേ? ശരിയല്ലേ? ശരിയാണ്. തിരിച്ചിടണം. ദൈവത്തിന് വേണ്ടി ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിയണം. ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്നതാ ഇത്ര നമ്മുടെ വലിയ അവകാശം? നമുക്ക് എന്നാ ഇത്ര വലിയ അവകാശം നമ്മുടെ? അയ്യോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഇതിന്റെ വേറെ രീതിയിലുണ്ടെന്ന് പറയാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടി കർത്താവിനെ ഇങ്ങോട്ട് എടുക്കുമായിരുന്നോ? നിങ്ങളെ കർത്താവിന് കൊടുക്കുമായിരുന്നോ? എന്തുവായിരുന്നു? എന്തോ കൊടുക്കുമായിരുന്നു പറയാവുന്ന എത്ര പേരുണ്ട്? നമ്മളൊക്കെ സ്വാർത്ഥതയാണ് പറയാം. തുടക്കമൊക്കെ എടുക്കുക തന്നെ ഒക്കൂ, സമ്മതിച്ചു. പക്ഷെ ആണ്ടുകൾ ഇത്രയായല്ലോ, ഇതുവരെയും കൊടുത്തോ? നമ്മളെ കർത്താവിന് കൊടുക്കണം. അതാ മാനസാന്തരം. സ്വയത്തിൽ നിന്ന്
ദൈവത്തിങ്കിലേക്ക്. അടുത്തത് കിട്ടി താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതിലേക്ക്. സ്തോത്രം. ലൗകികമായതിൽ നിന്ന് സ്വർഗീയമായതിലേക്കുള്ള തിരിച്ചിൽ. അതാണ് മാനസാന്തരം. ഈ മാനസാന്തരം ഉണ്ടായി നോക്കുള്ളൂ. ഈ മാനസാന്തരം ആള് രൂപാന്തരപ്പെടാനുള്ള ആദ്യത്തെ ചുവട. അകത്തു വരുന്ന മാറ്റമായത്. മുമ്പ് പറഞ്ഞ മറക്കല്ല, പാപബോധം എന്ന് പറഞ്ഞാൽ അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്, പ്രവൃത്തി ഒതുങ്ങുന്നതല്ല. ഒരു കള്ളം പറഞ്ഞിട്ട് കണ്ട് അയാൾ എപ്പോഴും കള്ളനല്ല. ഒരു മണ്ടത്തരം ചെയ്തുകൊണ്ട് അവൻ തിരുമണ്ടനല്ല. മനസ്സിലായോ? സ്തോത്രം. ശ്രദ്ധിക്കണേ. അതുകൊണ്ട് പാപം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, പാപിയാണെന്ന് അംഗീകരിക്കണം. സ്തോത്രം. അപ്പൊ അവസ്ഥയുടെ നിസ്സഹായമായ ആ സ്ഥിതിയെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. അതാ പാപബോധം. അപ്പോൾ അവസ്ഥയിലാണ് രൂപാന്തരം തുടങ്ങേണ്ടത്. അവസ്ഥയുടെ രൂപാന്തരത്തിന്റെ തുടക്കമാണ് മാനസാന്തരം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടേ. എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ ഈ നല്ലവർ നരകത്തിൽ പോകുന്നതാണ് ഈ ഭയങ്കര സങ്കടം. മനസ്സിലായോ? നല്ലവര് നരകത്തിൽ പോകും. എത്താം ക്ലാസ് കിട്ടിപ്പോട്ടെ. ആറന്മുളായിട്ട് കുറേ നേഴ്മാരുണ്ട്. എനിക്ക് എന്റെ കൂടെ പഠിക്കുകയൊക്കെ ചെയ്ത ഒത്തിരി യോഗ്യന്മാരാണ്.